സത്യസന്ധരും ക്ഷമാശീലരും നല്ല ഉത്സാഹികളുമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർ. ഭയങ്കര ആക്റ്റീവായിരിക്കും. എപ്പോഴും നമ്മൾ പറയില്ലേ, ചാടി ചാടി നിൽക്കുക എന്ന് പറയില്ലേ. ആൾക്കാരെ സഹായിക്കാനുള്ളൊരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ പറഞ്ഞ തിരുവോണം നക്ഷത്രക്കാർ. കാര്യത്തിൽ ഇവര് പരാജയം നോക്കാതെ തന്നെ മുന്നോട്ടെടുത്ത് ചാടുന്ന ആൾക്കാരാണ്. അതായത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഫലം, അതായത് ഒരു വിജയം കണ്ടെത്താൻ ഇവർ അശ്രാന്തപരമായി പരിശ്രമിക്കും എന്നുള്ളതാണ്. വീട്ടിൽ സാധനം മേടിക്കാൻ പോകാനുണ്ട് അങ്ങനെയൊക്കെ ഇവർ കേൾക്കൂല. ഇവരുടെ ജോലിപരമായിട്ട് കൃത്യമായിരിക്കും. നമസ്കാരം. മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ജൂലൈ മാസത്തിലെ തിരുവോണം നക്ഷത്രക്കാരുടെ ഫലം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിന് മുമ്പായി തന്നെ നമ്മൾ ആ നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ആദ്യം പറയുക. ഏതൊരു വീഡിയോയിലും നമ്മൾ ഏത് നക്ഷത്രക്കാരുടെ ഫലം, അതായത് ഓരോ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ആ നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളെ പറ്റിയായിരിക്കും ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. എങ്കിൽ മാത്രമേ അതിനൊരു പൂർണ്ണത കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കുറേ പേരെന്നെ ഈ കൈവിഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംശയങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം വാട്സപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. താഴെ കാണുന്ന ഈ നമ്പറിൽ കോള് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാനുള്ളൊരു സാധ്യത കുറവായിരിക്കും. വാട്സപ്പിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. അതായത് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളായിക്കോട്ടെ, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം, മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ളൊരു സമയം കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഒട്ടും സമയങ്ങളെ നമുക്ക് തിരുവോണം നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തെ ഫലത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ പോകാം. തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. സത്യസന്ധരും ക്ഷമാശീലരും നല്ല ഉത്സാഹികളുമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർ. ഭയങ്കര ആക്റ്റീവായിരിക്കും. എപ്പോഴും നമ്മൾ പറയില്ലേ, ചാടി ചാടി നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും തിരുവോണം നക്ഷത്രത്തിലുള്ളവർ. മിത വ്യയം ഈ നാളുകാരുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതായത് മുഖമുദ്ര എന്ന് തന്നെ പറയാം. അങ്ങനെയായിരിക്കും അവർ പോകുന്നത്. അതുപോലെ ആൾക്കാരെ സഹായിക്കാനുള്ളൊരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ പറഞ്ഞ തിരുവോണം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ധനപരമായിട്ടും അല്ലാതെ അവർക്ക് ആരോഗ്യപരമായിട്ട്, അതായത് ഇപ്പം നമ്മൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാതെ അവരോട് പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് പറയണം, അവർ വന്നത് സഹായിച്ച് അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുക. അതായത് നല്ല രീതിയിൽ തന്നെ അത് അവർക്ക് നമുക്കൊരു സന്തോഷം തോന്നും. ഇങ്ങനെയുള്ള ആളുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു തോന്നും. അത്ര ഒരു ആക്റ്റീവുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ തിരുവോണം നക്ഷത്രക്കാർ. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇവർ അതിനൊരു സപ്പോർട്ടായിട്ട് വരികയാണെങ്കിൽ ഇവർ പറഞ്ഞത് ക്ലിയർ ചെയ്യും. അത്രയ്ക്കൊരു ആക്റ്റീവും കൂടി ഇവരുടെ കാര്യത്തിലുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഈശ്വര ചിന്ത കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിലും എന്ത് കാര്യത്തിലും ഇവർ പരാജയം നോക്കാതെ തന്നെ മുന്നോട്ടെടുത്ത് ചാടുന്ന ആൾക്കാരാണ്. അതായത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഫലം, അതായത് ഒരു വിജയം കണ്ടെത്താൻ ഇവർ അശ്രാന്തപരമായി പരിശ്രമിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത് ഇവർ പരാജയം എന്ന് പറയുന്ന ഒരു കാര്യം നോക്കുന്നില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇവർ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ കൊണ്ട് ചെയ്യുക, ബാക്കി ഭഗവാൻ ചെയ്തോളൂ എന്നുള്ളൊരു കാര്യം. അത്ര ഒരു മനസ്സിൻ്റെ ഉടമകളാണ് തിരുവോണം നക്ഷത്രക്കാർ. അതുപോലെ പലരും പറയും ഇവർ ഭയങ്കര പിശുക്കന്മാരാണ്, 10 പൈസ ചിലവാക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഇവർ ഉടനെ തന്നെ അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കാനുള്ളൊരു മനസ്ഥിതിയുണ്ട്. പൊതുവെ കുറച്ച് ആൾക്കാർ ഇതിൽ പിശുക്കന്മാരായിട്ട് തന്നെ ഭവിക്കുന്ന ആൾക്കാരാണ്. വീടിനെക്കാട്ടും കൂടുതൽ അവർ സ്നേഹിക്കുന്നവരുടെ ജോലിയാണ്. എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിലും അവർ ജോലിപരമായിട്ട്
എങ്ങനെയാണോ, അതായത് വീട്ടിൽ സാധനം മേടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഇവർ കേൾക്കില്ല. ഇവരുടെ ജോലിപരമായിട്ട് കൃത്യമായിരിക്കും. ആ ജോലി ഒരു, അതായത് ഒരു ഓണർ അല്ലെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോസ് ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നവരെ ഇവർക്ക് ഉറക്കമില്ല എന്നുള്ളതാണ്. അത്ര പങ്ക്ച്വാലിറ്റിയോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടി ഇവർ ജോലി ചെയ്ത് അത് കറക്റ്റായിട്ട് കൊടുക്കും. അത്രയധികം ഒരു നല്ല മനസ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർ. ഇവർ ബന്ധുക്കളും ചില സ്നേഹിതന്മാരുമായിട്ടൊക്കെ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഭയങ്കര സ്നേഹമായിരിക്കും. കൂട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര മനസ്സിൽ ഭയങ്കര സ്നേഹമായിരിക്കും. പുറത്ത് ചിലപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു കാര്യമുള്ളൂ. അത്രയധികം ഒരു കൂട്ടുകെട്ടിനൊരു വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർ. ഇവർ ഇടത്തട്ടിലുള്ള ഒരു ജീവിതമായിരിക്കും എപ്പോഴും നയിക്കുന്നത്. ആൾക്കാരുമായിട്ട് ഒരു സാധാരണക്കാരൻ്റെ ലൈഫായിരിക്കും അവർ ചിലപ്പോൾ ജീവിച്ചു വരുന്നത്. ചിലപ്പോൾ പണം കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകാം, എങ്കിലും ഇവരൊരു നോർമൽ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ അതുപോലെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഫോണ്, ഐഫോൺ അതുപോലത്തെ കൂടിയ ഫോണൊക്കെ എടുത്ത് വേണേലും പോവാമെങ്കിലും, അതായത് വലിയ കാറുകളൊക്കെ മേടിച്ച് പോകാമെങ്കിലും ഇല്ല, സാധാരണ ഒരു മാരുതി കാറും ചെറിയൊരു ഫോണും അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ജീവിക്കുന്നത്. ഒരു സമാധാനപരമായ ഒരു സാധാരണക്കാരൻ്റെ ലൈഫ്. അതുപോലെ ആരെ വേണേലും പറഞ്ഞ രീതിക്ക് അവർ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിലേക്ക് അവർ കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് കാണും. അങ്ങനെ ഒരു ലൈഫാണ്. പക്ഷെ അത് അവർ വളർന്നു വന്ന് അവരൊരു സ്ഥിതിയിലെത്തുമ്പോൾ ഏകദേശം 25 വയസ്സൊക്കെ കഴിയാൻ നേരത്ത് അവർക്ക് കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച കാര്യങ്ങളൊക്കെ വരും. അവർ പഠനത്തിലൊക്കെ കൂടുതൽ ശോഭിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ജോലി ഒക്കെ, നല്ല ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നക്ഷത്രം കൂടിയാണ് ഈ പറഞ്ഞ ഓണത്തിന്. തിരുവോണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നൂലേ, അതുപോലെ തന്നെയാണ് അവരുടെ ലൈഫ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർ. ജൂലൈ മാസത്തിലെ ഫലത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. ജൂലൈ മാസത്തിലെ തിരുവോണ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലൊക്കെ ഒരു മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് വിവാഹ തടസ്സമുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ വിവാഹ നിശ്ചയം ഒക്കെ നടക്കാനുള്ളൊരു യോഗമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികളായി അതിൻ്റെ ഒരു മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ളൊരു യോഗം കാര്യങ്ങൾ കാണുന്നു. തൊഴിൽ രംഗത്തൊക്കെ പുരോഗതി, അതായത് ഇപ്പം നമ്മുടെ ബോസ് അങ്ങനെ മേളിലുള്ള മേലാധികാരിയുള്ള ഒരു പ്രീതി സമ്പാദിക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ജൂലൈ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർ. അതോടുകൂടി ഇവർക്ക് ഒന്നെങ്കിൽ ശമ്പള വർധനവ് ലഭിക്കാനും അതുപോലെ തന്നെ പ്രമോഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യത കാര്യങ്ങൾ കാണുന്നു. അല്ലെങ്കിൽ പുതിയൊരു ജോലി അത് ലഭിക്കാനുള്ളൊരു, ചിലപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്ഥാപനത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടൊരു ജോലി ലഭിക്കുന്നതിനും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ മാസം കാണുന്നുണ്ട്. ശത്രുവിൻ്റെ ഒരു ബലക്ഷയമാണ് ഈ മാസം അവർക്ക് ലഭിക്കുന്നത്. അതായത് ഇവർ ആരെങ്കിലും ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ ശത്രുക്കൾക്ക് ഒരു ബലക്ഷയം വരുന്ന ഒരു സമയമാണ്. കാരണം ഇവർക്കൊരു ആവശ്യത്തിനധികം ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം തിരുവോണ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുരോഗതിയിലേക്ക് വരാനും കുറേ സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. തൊഴിൽ ലാഭം ഉണ്ടാകാം. അതായത് തൊഴിലിലൂടെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ കൂടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ബിസിനസ് കൂടി ചെയ്യാനുള്ളൊരു കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇൻകം വർദ്ധിപ്പിക്കാനുള്ളൊരു സമയം കൂടിയാണ്. അതുപോലെ ഈ പറഞ്ഞ ഒരു ഗൃഹം വാങ്ങാനുള്ളൊരു സമയം കൂടിയാണ് ഈ സമയം. അതായത് ഈ പറഞ്ഞ ജൂലൈ മാസക്കാലം, ജൂലൈ ആഗസ്റ്റ് കൂട്ടിക്കോളൂ, ജൂലൈ തൊട്ട് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. ഒരു ഗൃഹം വാങ്ങാനും, ചിലപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു വീടിൻ്റെ പണി പൂർത്തിയാക്കാതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ പണി പൂർത്തിയാക്കി ആ വീട്ടിൽ ഗൃഹപ്രവേശത്തോടു കൂടി സമാധാനപരമായി ജീവിക്കാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. കുറച്ച് സ്വത്തുവകകളൊക്കെ നമുക്ക് വരുന്നൊരു സമയം കൂടിയാണ് ഈ പറഞ്ഞ ജൂലൈ മാസം. ജൂലൈ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർ കുറച്ച് ഭൂമിയൊക്കെ വാങ്ങുന്നൊരു സമയമാണ്. പിന്നെ മറ്റുള്ളവരെ കളിയാക്കുന്നൊരു പ്രവണത ഒന്ന് കുറയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ചിലപ്പോൾ അതൊരു അബദ്ധമാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
ചിലപ്പോൾ ഒരു അബദ്ധമായിട്ടൊക്കെ വരും. കാരണം നമുക്ക് അവരെ കൊണ്ട് ചിലപ്പോൾ ഒരു ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ടാവും. അത് ചിലപ്പോൾ ഇങ്ങനെ ഒരു കളിയാക്കലിലൂടെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചിരകാലമായിട്ട്, അതായത് കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ഈ മാസം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഈ പറഞ്ഞ ഭൂമി വാങ്ങാനായിരിക്കും, വീട് വാങ്ങിക്കാനായിരിക്കും, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളായിരിക്കാം. ഓരോരുത്തരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഒരു സ്വപ്നം അതൊക്കെ നേടിയെടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം. പിന്നെ തൊഴിൽ രംഗത്ത് ഒരു മെച്ചപ്പെട്ടൊരു ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്ങനെ പോയാലും ഈ ജനുവരി തൊട്ട് ജൂൺ വരെ ഉണ്ടായിരുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് വരാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബന്ധുജനങ്ങളായിട്ട് പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും ചിലർക്കത് മനസ്സിലാവില്ല. അതായത് ഒരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്, കറക്റ്റായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് തിരക്കി കണ്ടുപിടിച്ചിട്ടായിരിക്കും ഇത് പറയുന്നത്. പക്ഷെ അത് അവർ അംഗീകരിച്ച് തരത്തില്ല. അങ്ങനെ ഒരു വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമ്മളെ അവഗണിക്കുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് ഈ പറഞ്ഞ പല സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താലും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്ത് സഹായിച്ചാൽ പോലും അവർ നമ്മളെ കാണാൻ നേരത്തെ അത് കഴിഞ്ഞ് കാണുമ്പോൾ ഒരു അവഗണന കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അറിഞ്ഞൊന്ന് പ്രവർത്തിക്കുക. നമ്മൾ സഹായിച്ചിട്ട് നമുക്ക് നേരെ തന്നെ തിരിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് വേണം അവരെ ഒന്ന് സഹായിക്കാനും പ്രവർത്തിക്കാനും. പക്ഷെ ഇവർക്ക് അങ്ങനെയില്ല. അവരുടെ ബ്ലഡിൽ അങ്ങനെയാണ്, സഹായിക്കാനുള്ളൊരു മനസ്ഥിതിയാണ് എപ്പോഴും എന്ന് പറഞ്ഞിട്ട് അവർ എപ്പോഴും സഹായിച്ചു കൊണ്ടേയിരിക്കും. അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ് അവർക്ക്. ഈ പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടി അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നുള്ളൂ. പൈസ ഇഷ്ടം പോലെ വരാനുള്ളൊരു സാധ്യത കാര്യങ്ങളുണ്ട്. അത് കളയാതെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോയാൽ നല്ല രീതിയിലൊക്കെ ഭാവിയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനൊക്കെ സമാധാനമായിട്ട് കഴിയാനുള്ളൊരു യോഗം കാര്യങ്ങളുണ്ട്. വളരെയധികം ജാഗ്രത കാര്യങ്ങളൊക്കെ വേണം സന്താനങ്ങളുടെ കാര്യത്തിൽ. കുട്ടികളൊക്കെ അവിടെ വീഴ്ച, അതായത് സൈക്കിളൊക്കെ ചവിട്ടാൻ പോയി അങ്ങനെയൊക്കെ വീഴ്ച വരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ബസ് കയറാൻ പോയിട്ട് അങ്ങനെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് കുട്ടികളെ കൊണ്ടുവിടാൻ നേരത്തും കൃത്യമായി സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിടുക. അതുപോലെ കളിക്കാനായിട്ട് പിള്ളേരെ വിടാൻ നേരത്ത് അതൊക്കെ ഒന്ന് നോക്കി വളരെയധികം ജാഗ്രതയായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് തന്നെ ടോട്ടലി നമുക്ക് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നമുക്ക് പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ കൂടാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ശത്രുവിൻ്റെ ഒരു ഭയം കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാവും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വാക്ക് തർക്കങ്ങളിലായ ചിലപ്പോൾ ശത്രുവിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ആദ്യം ഒരു ഭയം കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ഇവർക്ക് അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ നേരെ പോ സ്ട്രൈറ്റ് ഫോർവേഡാണ് എപ്പോഴും. അതുപോലെ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിജയം സുനിശ്ചിതമാണ്. പൊതുവെ പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ളൊരു സമയം കാര്യങ്ങൾ തന്നെയാണ് ഈ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക്. അതായത് ഈ ജൂലൈ മാസം മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം കൊണ്ട് അവർക്ക് അവരുടെ കഷ്ടപ്പാടൊക്കെ മാറി ആവശ്യത്തിലധികം പണം വന്നു ചേരാനും കുടുംബത്തിൽ സന്തോഷ ഐശ്വര്യം വന്നു ചേരാനും ഉള്ളൊരു മാസം കൂടിയാണ്. ഇതാണ് ഈ ജൂലൈ മാസത്തിലെ തിരുവോണ നക്ഷത്രത്തിൻ്റെ ഫലം. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെയ്ത്തുദോഷപരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകുന്നത് വളരെയധികം നല്ലതാണ്. ഈ പറഞ്ഞ കൈവിഷമൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലാഭം, അതായത് പണലാഭം ആയിക്കോട്ടെ, അതായത് ധനലാഭം ആയിക്കോട്ടെ, കുടുംബത്തിൽ ഐശ്വര്യം ആയിക്കോട്ടെ, ഈ പറഞ്ഞ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതൊക്കെ നടക്കുകയുള്ളൂ. ഉള്ളിൽ ഈ കൈവിഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യതയില്ല. ഇതൊക്കെ തടഞ്ഞിടും. നമുക്ക് ആരെങ്കിലും ചെയ്ത്തുദോഷം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും, മുന്നോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടാവും, സ്തംഭനാവസ്ഥയിലാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി പറയാം, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, മുന്നോട്ടുള്ള
കാര്യങ്ങൾ അറിയാൻ ഇപ്പോഴത്തെ സമയം ഒക്കെ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.